ലേവ്യ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ആദ്യത്തേതും ഏറ്റവും അടിസ്ഥാനപരവുമായ യാഗമാണ് ഹോമയാഗം. ഏദൻ തോട്ടത്തിൽ നിന്നാണ് ഹോമയാഗത്തിൻ്റെ തുടക്കം. ഗോത്രപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവജനം താമസിച്ചിടത്തെല്ലാം ഹോമയാഗങ്ങൾ അർപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിശുദ്ധ മന്ദിരത്തിൽ ഹോമയാഗമായി ഒരു കുഞ്ഞാടിനെ അർപ്പിച്ചിരുന്നു. ഈ യാഗങ്ങൾ എല്ലാ രാവിലെയും വൈകുന്നേരവും മുഴുവൻ സഭയും ദൈവസേവനത്തിനായി പുനഃപ്രതിഷ്ഠിക്കുന്നതിനെ പ്രതീകപ്പെടുത്തി. ഹോമയാഗത്തിൻ്റെ അർത്ഥം. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഗങ്ങളിൽ ഒന്നായിരുന്നു ഹോമയാഗം. ഇത് പ്രധാനമായും ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. ഹോമയാഗത്തിനുള്ള എബ്രായ പദം ഓല എന്നാണ്. അതിനർത്ഥം ആരോഹണം ചെയ്യുന്നത് എന്നാണ്. ഇത് യാഗത്തിൻ്റെ പുക ദൈവത്തിലേക്ക് ഉയരുന്നതിനെ സൂചിപ്പിക്കുന്നു. മറ്റു പല യാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹോമയാഗത്തിൽ മുഴുവൻ മൃഗത്തെയും യാഗപീഠത്തിൽ ദഹിപ്പിക്കുന്നു. പുരോഹിതനോ ആരാധകനോ അതിൽ നിന്നും ഭക്ഷിക്കില്ല. അത് പൂർണ്ണമായും താഴ്മയും ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തെയും പ്രതീകപ്പെടുത്തുന്നു. ബൈബിൾ വിവരണം. ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായം 3 മുതൽ 4 വരെ. അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവനതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും. ഹോമയാഗത്തിൻ്റെ പ്രക്രിയ. കളങ്കമില്ലാത്ത ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കുന്നു. മൃഗത്തിൻ്റെ മേൽ പാപി കൈവയ്ക്കുന്നു. പാപിയിൽ നിന്ന് പാപം യാഗമൃഗത്തിലേക്ക് മാറ്റപ്പെടുന്നതിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു. മൃഗത്തെ കൊല്ലുന്നു. യാഗപീഠത്തിൽ രക്തം തളിക്കുന്നു. മുഴുവൻ മൃഗവും യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കുന്നു. മുകളിലേക്ക് ഉയരുന്ന പുക ദൈവം യാഗം സ്വീകരിക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. ഹോമയാഗത്തിൻ്റെ ഉദ്ദേശം. ഹോമയാഗം നിരവധി ആത്മീയ സത്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. സമ്പൂർണ്ണ സമർപ്പണം. ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമായി മുഴുവൻ മൃഗത്തെയും ദഹിപ്പിക്കുന്നു. പാപപരിഹാരം. യാഗം പാപത്തെ മൂടുകയും പാപിയും ദൈവം തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതായിട്ട് ഇത് പ്രതിനിധീകരിക്കുന്നു. ആരാധന. അത് ഭക്തിയുടെ ഒരു പ്രവൃത്തിയായിരുന്നു. ദൈവമായുള്ള ദൈനംദിന ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. ജനത്തിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഹോമയാഗങ്ങൾ അർപ്പിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 29-ാമത്തെ അധ്യായം 38-39 വാക്യങ്ങൾ. നീ യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് ഇപ്രകാരമാണ്: 1 വയസ്സ് പ്രായമുള്ള 2 കുഞ്ഞാടുകളെ ദിവസം തോറും തുടർച്ചയായി ഒരു കുഞ്ഞാടിനെ രാവിലെ അർപ്പിക്കണം, മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരം അർപ്പിക്കണം. ഹോമയാഗം ദൈവത്തിലുള്ള നിരന്തരമായ ആശ്രയത്തെ പ്രതിനിധീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിഴലായ ഹോമയാഗം. ഹോമയാഗം ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുള്ള യാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഹോമയാഗം ദൈവത്തിന് സൗരഭ്യവാസനയായതുപോലെ ക്രിസ്തുവിൻ്റെ യാഗം പിതാവിന് സൗരഭ്യവാസനയായ വഴിപാടായിത്തീർന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഹോമയാഗത്തിൽ യാഗമൃഗത്തെ പൂർണ്ണമായി ദഹിപ്പിച്ചതുപോലെ അത് ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സമർപ്പണത്തെ പ്രതീകപ്പെടുത്തുന്നു. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അവൻ മനുഷ്യനായി കാണപ്പെട്ടു, തന്നെ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം പോലും അനുസരണമുള്ളവനായിത്തീർന്നു. യേശു തൻ്റെ മുഴുവൻ ജീവിതവും ദൈവത്തോടുള്ള അനുസരണത്തിൽ സമർപ്പിച്ചു. അതിനാൽ നാമും അവണ്ണം നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കേണ്ടതാകുന്നു. നിഴലും പൊരുളും. നിഴൽ. ഹോമയാഗം ദൈവത്തിന് മുമ്പിൽ സൗരഭ്യവാസനയായ ഒരു ദഹനയാഗമാണ്. ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. പൊരുൾ. ക്രിസ്തുവാണ് ദൈവത്തിന് മുമ്പിലെ സൗരഭ്യവാസനയായ യാഗം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. നിഴൽ. ദൈവജനം യാഗം അർപ്പിക്കുമ്പോൾ ദൈവ തേജസ്സിനാൽ അവരെ ശുദ്ധീകരിക്കുന്നു. പുറപ്പാട് പുസ്തകം
29 അധ്യായം 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. പൊരുൾ: നാം ക്രിസ്തുവിൻ്റെ യാഗത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 8 മുതൽ 10 വരെ. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. നിഴൽ: യാഗമൃഗത്തെ പൂർണ്ണമായും സമർപ്പിക്കണം. ലേവ്യ പുസ്തകം 1 അധ്യായം 2 മുതൽ 9 വരെ, 13 വാക്യം, 17 വാക്യം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. പൊരുൾ: ദൈവത്തിന് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കണം. റോമാലേഖനം 12 അധ്യായം 1 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീര ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ.